ആശുപത്രി കെട്ടിടം ചോർന്നൊലിച്ചു, രോഗികൾ ദുരിതത്തിൽ. നൂറനാട് ലെപ്രസി സാനിറ്റോറിയം പടപ്പിൽ 23 കോടി രൂപ നിർമ്മിച്ച് ഉദ്ഘാടനം ചെയ്ത മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി കെട്ടിടമാണ് മഴയത്ത് ചോർന്ന് ഒലിക്കുന്നത്. ഇക്കഴിഞ്ഞ ജനുവരി 3-ാം തീയതിയാണ് ആശുപത്രി കെട്ടിടം ഭാഗികമായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തിരുന്നത്. ഈ കെട്ടിടത്തിൻ്റെ OP ടിക്കറ്റ് എടുക്കുവാൻ നിൽക്കുന്ന പ്രദേശത്താണ് കനത്ത മഴയിൽ ചോർന്ന് ഒലിച്ചത്. നൂറുകണക്കിന് രോഗികൾ എത്തുന്ന ഇവിടെ കെട്ടിടം ചോർച്ചയെ തുടർന്ന് തറയിൽ വീണ വെള്ളത്തിൽ തെന്നി വീഴാതിരിക്കുവാൻ കാർബോർഡുകൾ നിരത്തിയാണ് ജീവനക്കാർ രോഗികൾ ഇവിടേക്ക് എത്താതിരിക്കുവാൻ അപായ സൂചനകൾ നൽകിയത്. നിർമ്മാണത്തിലെ വൻ വീഴ്ചയാണ് ഇത്തരത്തിൽ കോടികൾ മുടക്കി നിർമ്മിച്ച കെട്ടിടം മാസങ്ങൾക്കുള്ളിൽ ചോരുവാൻ കാരണമായതെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്. വൻ അഴിമതിയാണ് കെട്ടിട നിർമ്മാണത്തിൽ നടന്നിട്ടുള്ളതെന്നാണ് പൊതുപ്രവർത്തകർ ആരോപിക്കുന്നത്. കെട്ടിടത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ വൻ ചോർച്ച ഉള്ളതായും ആക്ഷേപമുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കൊല്ലം ജില്ലകളിൽ നിന്നുള്ള 500-ലധികം രോഗികളാണ് ദിവസേന ഇവിടെ ചികിത്സയ്ക്കായി എത്തുന്നത്. ബന്ധപ്പെട്ടവർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് രോഗികളുടെയും നാട്ടുകാരുടെയും വിവിധ സംഘടനകളുടെയും ആവശ്യം.